ഇന്ന് മേടം 1 വിഷു. കേരളത്തിലെ കാർഷിക ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത്. അപ്പോൾ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഘോഷിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടൊരു ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. രാവും പകലും ഒരുപോലെ വിഷു ആഘോഷിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇത്തവണത്തെ വിഷു നമുക്ക് കണിയൊക്കെ ഒരുക്കി ഞങ്ങൾ പുറത്തായതുകൊണ്ട് തന്നെ ഇവിടെയാണ് വിഷു ആഘോഷിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് ഈ കൊല്ലം വിഷു ആഘോഷിച്ചത്. അപ്പോൾ അവരെ കൂട്ടി ഒരു ചെറിയ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്ത് ഞാൻ അതിൻ്റെ ഷോർട്സൊക്കെ എൻ്റെ ഷോർട്സിലിട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇക്കൊല്ലത്തെ വിഷു ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടെ അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പ്രത്യേകിച്ച് വിഷു ഒക്കെ ആകുമ്പം കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും എല്ലാവരും ഒത്തുകൂടുമ്പോൾ ആഘോഷിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. അപ്പം അവർക്കും ഭയങ്കര സന്തോഷമാണ് ഒത്തുകൂടുന്നതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ശേഷം നമ്മൾ വീട്ടിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ എല്ലാവരും നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വിഷു കൂടിയത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുന്നു. ഇപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും ഓരോരുത്തരുടെ വീട്ടിലാണ് ഓരോരുത്തർ കൂടുന്നത്, അതായത് എല്ലാവരും കൂടെ കൂടുന്നത്. അപ്പോൾ ഓരോ ഫാമിലിയിലുള്ള ആൾക്കാരും അവരവരെ കൊണ്ട് പറ്റുന്ന പോലെ ഏതെങ്കിലുമൊക്കെ ഒരു വിഭവം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഒരു വീട്ടിൽ ഒത്തുകൂടും. അപ്പോൾ എന്തൊക്കെ വിഭവങ്ങളുണ്ടായിരുന്നെന്ന് അറിയണ്ടേ? അപ്പോൾ നല്ല മട്ടയരിച്ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, ഓലന്, കാളന്, അച്ചാർ, 2 തരം പായസം, പച്ചമോര്, പച്ചടി, അങ്ങനെ എല്ലാം കൂട്ടി ആവശ്യത്തിലേറെ വിഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ ഇലയൊക്കെ ഒതുക്കാനും കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പാനും ഒക്കെ ഉള്ള തിരക്കിലായിരുന്നു. കുഞ്ഞു മക്കൾ ഒക്കെ ഇരുന്ന് സന്തോഷമായിട്ട് കഴിക്കുന്നതും കൂടുന്നതും കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സ് നിറയുന്നൊരു ഫീലാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് സെക്ഷനായിട്ട് കുട്ടികളാദ്യം, പിന്നെ മുതിർന്നവർ, അങ്ങനെ ഇരുന്ന് 2 ഇതായിട്ടാണ് നമ്മൾ കഴിച്ചതൊക്കെ. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ നമ്മൾ വളരെ മാക്സിമം നല്ല രീതിയിൽ ആഘോഷിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.